PCOS ഒരു അസുഖമല്ലാത്തതുകൊണ്ട് ഇതിനൊരു ക്യൂർ ഇല്ല. PCOSനെ കുറിച്ചുള്ള ഒരു ബേസിക് ഇൻഫർമേഷൻ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നല്ലോ. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് PCOSന്റെ മാനേജ്മെന്റിനെ പറ്റിയാണ്. PCOS ഓരോ വയസ്സിലും ഓരോ വിധത്തിലാണ് മാനേജ് ചെയ്യുന്നത്. ആക്ച്വലി PCOS ഒരു അസുഖമല്ലാത്തതുകൊണ്ട് ഇതിനൊരു ക്യൂർ ഇല്ല, ഒരു ഒറ്റമൂലി അങ്ങനെ ഒന്നില്ല. നമ്മുടെ ഓരോ ലൈഫിലെ അവസ്ഥയ്ക്കും അനുസരിച്ചാണ് ഇതിന്റെ ട്രീറ്റ്മെന്റ്. സ്റ്റുഡൻസ് ആണ് അല്ലെങ്കിൽ ടീനേജേഴ്സ് ആണ്, യങ് ഗേൾസ്, അവർക്ക് പീരിയഡ്സ് ഇറഗുലർ ആയി വരുന്നതാണ് അവരുടെ കൺസേൺ. അവർക്ക് മെയിൻലി ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസും പിന്നെ പീരിയഡ്സ് വൈകിയാൽ മരുന്ന് കഴിച്ച് പീരിയഡ്സ് വരുത്തുക എന്ന ട്രീറ്റ്മെന്റ് ആണ് കൊടുക്കാറ്. കൺസീവ് ചെയ്യാത്തതാണ് നിങ്ങളുടെ കൺസേൺ എന്ന് വെച്ചാൽ അതിന് ഇങ്ങനെ റെഗുലർ ആയി പീരിയഡ്സ് വരുത്തിയാൽ പോരാ, ഓവുലേഷൻ നടക്കണം. അണ്ടങ്ങൾ വളരാനും അത് വിരിയാനും വേണ്ട മരുന്നുകൾ കഴിക്കണം. PCOSന് ചില ലോങ് ടേം ഹെൽത്ത് റിസ്ക്സ് ഉണ്ട്. PCOS ഉള്ള ലേഡീസിന് ഭാവിയിൽ ഡയബറ്റിസും ഹൈപ്പർ ടെൻഷനും ഹൈ കൊളസ്ട്രോളും ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ലൈഫ് സ്റ്റൈൽ മാനേജ്മെന്റ് ആണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഭക്ഷണ ക്രമീകരണം ആൻഡ് എക്സസൈസ്. ഡയറ്റിംഗ് എന്ന് പറഞ്ഞാൽ പൊതുവെ ഒരു ധാരണ ഭക്ഷണം കഴിക്കാതിരിക്കുക അല്ലെങ്കിൽ ഭക്ഷണം വളരെ കുറച്ച് കഴിക്കുക, അതല്ല. ഭക്ഷണം കഴിക്കുന്നതിന്റെ രീതി മാറ്റുക. പ്രോട്ടീൻസ് അധികം കഴിക്കുക, കാർബോഹൈഡ്രേറ്റ്സ് കുറച്ച് കഴിക്കുക. കാർബോഹൈഡ്രേറ്റ്സ് പറഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന അരിഭക്ഷണം, ഷുഗേഴ്സ്, ഇതെല്ലാം കുറച്ച് കഴിച്ച് അധികം ഫൈബർ ഉള്ള ഭക്ഷണം കഴിക്കുക. സലാഡ്സും ഫ്രൂട്ട്സും എല്ലാം ഇൻക്ലൂഡ് ചെയ്യണം ഭക്ഷണത്തിൽ. പിന്നെ എക്സസൈസ്, അതാണ് ഏറ്റവും പ്രധാനം. ഡെയിലി എക്സസൈസ് ചെയ്യാൻ നോക്കണം, അറ്റ്ലീസ്റ്റ് ഒരു അരമണിക്കൂറെങ്കിലും. ഈ ഡയറ്ററി മോഡിഫിക്കേഷനും എക്സസൈസും ഇത് കണ്ടിന്യൂസ് ആയി റെഗുലർ ആയി ചെയ്താൽ 3-4 മാസങ്ങൾക്കകം ഒരു മരുന്നും കൂടാതെ തന്നെ പീരിയഡ്സ് റെഗുലർ ആവും. PCOSനെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ടുള്ള ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അത് കമന്റിൽ മെൻഷൻ ചെയ്താൽ മതി. ഞാൻ അത് ബേസ് ചെയ്തിട്ട് ഒരു വീഡിയോ ചെയ്യാം.